ഒരു ഫാറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഏതൊക്കെ സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഡോക്ടറെ എന്നെനിക്ക് നിരവധി ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റ് വെറുതെ ചെയ്ത് അതിന്റെ വാല്യൂ നോർമൽ ആണോ അല്ലയോ എന്ന് നോക്കിയാൽ മാത്രം പോരാ. ഓരോ ടെസ്റ്റും ചെയ്യുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. അങ്ങനത്തെ സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തേത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്, അല്ലെങ്കിൽ CBC. ഇത് നമുക്ക് ശരീരത്തിൽ അനീമിയ ഉണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, ജനറൽ വെൽബീയിങ്ങിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടും. CBCയിൽ ബേസിക് ആയിട്ട് നോക്കുന്നത് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ്, WBC, RBC, പ്ലേറ്റ്ലെറ്റ് എന്നുള്ള കാര്യങ്ങളാണ്. രണ്ടാമത് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈലാണ്. കാർഡിയോവാസ്കുലർ ഹാർട്ട് പ്രോബ്ലംസ് കിട്ടാനുള്ള റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളൊരു ന്യൂട്രീഷനും ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ടിന് അസുഖങ്ങൾ വരാൻ റിസ്ക് ഉള്ള ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ പ്രോബ്ലമായി മാറും. ഈ ഒരു ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈലിൽ നമ്മൾ നോക്കുന്നത് HDL, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് ടോട്ടൽ കൊളസ്ട്രോൾ. 3 ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസും HbA1c ആണ്. ഇത് നിങ്ങൾക്ക് പ്രീ ഡയബറ്റിസും ഡയബറ്റിസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യാനാണ്. കാരണം ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ ന്യൂട്രീഷനും ട്രെയിനിങ്ങും ഫോക്കസ് ചെയ്യാൻ. നാലാമത്തത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ മെറ്റബോളിസവും നിങ്ങളുടെ ഡീടോക്സിഫിക്കേഷൻ, ശരീരം വേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെ ഡീടോക്സിഫൈ ചെയ്യും എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നിങ്ങളുടെ SGOT, SGPT, ആൽബുമിൻ, ബിലിറൂബിൻ, ALP എല്ലാം നോക്കും. അഞ്ചാമത്തത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. ഇത് അസസ് ചെയ്യുന്ന കിഡ്നി ഫംഗ്ഷൻ ആണ്. കാരണം കിഡ്നിയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസും നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ കോമൺ ആയിട്ട് നോക്കുന്നത് ബ്ലഡ് യൂറിയ നൈട്രജനും ക്രിയാറ്റിനുമാണ്. ആറാമത്തത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. നിങ്ങളുടെ TSHും ഫ്രീ T3യും ഫ്രീ T4ഉം. കാരണം നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. ഈ രണ്ടെണ്ണത്തിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെറ്റബോളിസത്തിനെയും എഫക്ട് ചെയ്യാം, നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേർണിയിലും അത് അഫക്ട് ചെയ്യാം. ഏഴാമത്തത് നിങ്ങളുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സ് നോക്കലാണ്. സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്. ഇതിന്റെ ഒരു ബാലൻസ് നമ്മൾ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ആൻഡ് മസിൽ ഫംഗ്ഷൻ. എട്ടാമത്തത് നിങ്ങളുടെ വൈറ്റമിൻ D3 ആണ്. നമ്മൾ 25 ഹൈഡ്രോക്സി വൈറ്റമിൻ D3 ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ബോൺ ഹെൽത്തിനും ഓവറോൾ ഹെൽത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനലി ഒമ്പതാമത്തെ നിങ്ങളുടെ ഹോർമോണൽ പാറ്റേൺ ആണ്. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോർമോൺ പാനലും കൂടെയും ചെയ്യണം. അതിൽ ഡിപ്പെൻഡിങ് ഓൺ യുവർ സെക്സ്, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ, കോർട്ടിസോൾ, ലെപ്റ്റിൻ, ഇൻസുലിൻ എന്നീ ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല. ഓരോ കാര്യങ്ങളും ഓരോ കൃത്യമായ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ അസസ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രക്ചേർഡ് കോച്ചിങ് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ.